ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. ആമയും മുയലും. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമയും മുയലും താമസിച്ചിരുന്നു. അവര് വലിയ കൂട്ടുകാരായിരുന്നു. ആമയുടെ പേര് കുട്ടു എന്നും മുയലിൻ്റെ പേര് കല്ലു എന്നുമായിരുന്നു. പക്ഷേ ഈ മുയലിനൊരു കുഴപ്പമുണ്ടായിരുന്നു. അവൻ എപ്പോഴും തൻ്റെ ഓട്ടത്തിനെ കുറിച്ച് വീമ്പിളക്കുമായിരുന്നു. അതും നമ്മുടെ കുട്ടു ആമയുടെ മുന്നിലെത്തുമ്പോൾ. ഓ, ഞാൻ എന്ത് സ്പീഡിലാ ഓടുന്നത്, നീ ആണെങ്കിൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു വരും, നിനക്ക് നാണമില്ല ഇങ്ങനെ നടക്കാൻ. കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളുടെ മുമ്പിൽ തൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടി കല്ലുമുയൽ മിട്ടു ആമയെ മത്സരത്തിന് ക്ഷണിച്ചു. അങ്ങനെ മത്സര ദിവസം തീരുമാനിച്ചു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും മത്സരം കാണാൻ എത്തിച്ചേർന്നു. ഓട്ടം ആരംഭിച്ചു. 1, 2, 3 ഢും വെടിപൊട്ടി. മുയൽ ഉടൻ തന്നെ ഓടാൻ തുടങ്ങി. ആമ പതിവ് പോലെ പതുക്കെ എഴഞ്ഞെഴഞ്ഞ് ഓടിത്തുടങ്ങി. താമസിയാതെ മുയൽ ഫിനിഷിംഗ് ലൈനിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ആമ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അവൻ തിരിഞ്ഞു നോക്കി. എന്നിരുന്നാലും ആമ വളരെ പിന്നിലായിരുന്നു. കാണാൻ പോലും കഴിയുന്നില്ല. ഓട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുയൽ വഴിയിൽ അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. ചുറ്റും നോക്കിയപ്പോൾ കുറേ ക്യാബേജുകളും ക്യാരറ്റും ഒക്കെ നിറഞ്ഞ ഒരു പാടം കല്ലുമുയൽ കണ്ടു. ഉടനെ തന്നെ അതെല്ലാം കഴിച്ചു. എന്നിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ വിചാരിച്ചു, ആമ എന്തായാലും ഉടനെ ഒന്നും ഇവിടെ എത്താൻ പോകുന്നില്ല. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരെ ഫിനിഷിംഗ് ലൈനിലോട്ടങ്ങ് നടന്ന് കയറാം. പക്ഷെ നമ്മുടെ മുയൽ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് സമയം സന്ധ്യയായി. ഞെട്ടി ഉണർന്ന ഉടനെ തന്നെ അവൻ ഫിനിഷിംഗ് ലൈനിലേക്ക് നോക്കി. അപ്പോഴുണ്ടല്ലോ നമ്മുടെ ആമ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. എങ്ങനെയെങ്കിലും മുയൽ ഓടി ഫിനിഷിംഗ് ലൈനിലെത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആമ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആമയെ വിജയിയായി കാട്ടിലെ രാജാവായ സിംഹം പ്രഖ്യാപിച്ചു. എല്ലാവരും മുയലിനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കി കൂട്ടരെ? ആരെയും കളിയാക്കി ചിരിക്കരുത്, ഒന്നിനെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കരുത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും കളിയാക്കി ചിരിക്കത്തില്ലല്ലോ. അപ്പോഴേ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.